ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വുമൻസ് ജിൽബാബിൻ്റെ, കിഡ്സിൻ്റെ അല്ല, വുമൻസ് ജിൽബാബിൻ്റെ 18 വയസ്സിന് മുകളിലുള്ള വുമൻസിൻ്റെ ജിൽബാബിൻ്റെ എസ്, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ വരെയുള്ള സൈസുകളുടെ മെഷർമെൻറ്റ് ചാർട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ ഓൺലൈൻ ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു മെഷർമെൻറ്റ് ചാർട്ടാണ്. കഴിഞ്ഞ റംസാൻ ഇതൊക്കെ പ്രമാണിച്ച് ഓർഡേഴ്സൊക്കെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊന്ന് വീഡിയോ ചെയ്യൂ, കാരണം ഓർഡേഴ്സ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഓർഡേഴ്സ് മിസ്സാക്കി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാനത്. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് വീഡിയോ ആവശ്യപ്പെട്ടിരുന്ന കുട്ടികളൊക്കെ കൂടുതലും റീസെല്ലിംഗ് കുട്ടികളാണ്. റീസെല്ല് ചെയ്ത് കുറഞ്ഞ രീതിയിൽ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ നമ്മുടെ വീഡിയോ കണ്ട് അവർ ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വളരെയധികം എനിക്ക് സന്തോഷമായി. കാരണം നമ്മുടെ വീഡിയോ അത്രയും രീതിയിൽ യൂസ്ഫുള്ളായി എന്ന് കേട്ടത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ റീസെല്ലിങ്ങിലൂടെയാണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള മേഖല ചൂസ് ചെയ്തതും. സ്റ്റിച്ചിങ് കട്ടിങ് പഠിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മൾ ജിൽബാബും അതുപോലെ മൊമെൻറ്റ് കിഡ്സിൻ്റെ കോമ്പോസ്, ബർത്ത്ഡേ കോമ്പോസും ഫംഗ്ഷൻ കോമ്പോസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്സും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫോട്ടോസും വ്യൂവേഴ്സിൻ്റെ കമൻസും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ സെയിലായിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു സന്തോഷമായി. ദെൻ നമ്മൾ കാരണം അവർക്കും ഒരു വരുമാന മാർഗ്ഗമായി എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൈസോ കാര്യങ്ങളൊന്നും നമുക്ക് അളവെടുക്കാനുള്ള ഇതൊന്നുമില്ല. ചില ആളുകൾക്ക് അളവെടുക്കാൻ അറിയില്ല. ചില ആളുകൾക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ചാർട്ട് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാകും. അളവെടുത്ത് ചെയ്യുമ്പോൾ അത് അളവ് തെറ്റിപ്പോകുമോ പാളിപ്പോകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കമൻറ്റ്സ് ബോക്സിൽ നിന്നിട്ടും 5 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്. അപ്പം അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വിഷ്വൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞ് നമ്മളൊരു ടൈപ്പ് ചെയ്ത് വിട്ടാൽ പോലും നിങ്ങൾക്കത് വായിച്ചെടുക്കുമ്പം മനസ്സിലാകില്ല അത് എന്താണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരുപാട് ഡൗട്ട്സ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു കമൻസിനുള്ള ആൻസർ പറയാമെന്ന് വിചാരിച്ചത്. ചെയ്യുന്നത് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ട്സും. അപ്പോൾ അതിനുള്ള ആൻസർ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്രേപ്പ് ഫാബ്രിക് ആൻഡ് അമേരിക്കൻ ക്രേപ്പ് ഫാബ്രിക്കിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് ക്രേപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ചിലപ്പം ചോദിച്ചിട്ടുള്ളത് ഒരു ബിഗിനർ ആയിരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രേപ്സ് അവൈലബിൾ ആണ്. നമുക്കിവിടെ പരിചയപ്പെടാനുള്ള ക്രേപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ജിൽബാബിൽ യൂസ് ചെയ്യുന്ന ക്രേപ്പ് എന്ന് പറയുന്നത് ഒന്ന് പ്ലെയിൻ ക്രേപ്പും മറ്റൊന്ന് അമേരിക്കൻ പ്രിൻറ്റ് ക്രേപ്പുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ക്രേപ്പ് സാധാ നമ്മുടെ ക്രേപ്പ് തന്നെയാണ്, സാധാ പോലെയുള്ള ക്രേപ്പാണ്. പക്ഷേ അതിൽ തന്നെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാതെ, സെക്കൻഡ് ക്വാളിറ്റിയും ഫസ്റ്റ് ക്വാളിറ്റിയും ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഷോപ്പിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞുതരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം അത്യാവശ്യം ഒരു കട്ടിയുള്ള ചെറിയൊരു കനത്തിലുള്ള ക്രേപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് എന്ന് പറയുന്നത്. നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ നല്ല രീതിയിൽ നമ്മൾ ചുളിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചുരുട്ടി കഴിഞ്ഞാലൊന്നും അതിന് ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല. ഇതിപ്പം ക്വാളിറ്റി കുറഞ്ഞ ക്രേപ്പാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളിങ്ങനെ ചുരുട്ടി കഴിയുമ്പോൾ അതിന് ചുളിവുകളൊക്കെ വരും. അതുപോലെ തന്നെ തീരെ കട്ടി ഉണ്ടായിരിക്കില്ല, ഭയങ്കര നൈസായിരിക്കും. നമ്മളിങ്ങനെ ലൈനിങ് ഒക്കെ കൊടുക്കില്ലേ, ഫ്രോക്കിന് ലൈനിങ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കട്ടിയായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ ക്രേപ്പ് നമ്മൾ ഫ്രോക്കിന് ലൈനിങ് കൊടുക്കുന്ന ക്രേപ്പുണ്ട്, ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്ന ക്രേപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഷോപ്പിൽ ചോദിച്ചതിന് ശേഷം കസ്റ്റമൈസ് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ. പിന്നെ then വരുന്നത് അമേരിക്കൻ ക്രേപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിന് ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രിൻറ്റ് ക്രേപ്പിൽ സാധാ പ്രിൻറ്റ് ക്രേപ്പും വരുന്നുണ്ട്, അമേരിക്കൻ ക്രേപ്പും വരുന്നുണ്ട്. അത് നിങ്ങൾ ഷോപ്പിൽ ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞുതരും അമേരിക്കൻ ക്രേപ്പ് ഇതാണ്, സാധാ പ്രിൻറ്റ് ക്രേപ്പ് ഇതാണ് എന്നുള്ളത് ഒട്ടുമിക്ക ഷോപ്പുകളും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജിൽബാബിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അമേരിക്കൻ ക്രേപ്പാണ്. സാധാ ക്രേപ്പ് നിങ്ങൾക്ക് പ്രിൻറ്റ് ക്രേപ്പ് യൂസ് ചെയ്യാം, പക്ഷേ ഒന്നും കൂടെ നല്ല ഇടാൻ നല്ല സുഖമുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓൾ യുവർ സൈസ് മെഷർമെൻറ്റ് ഹൗ മെനി ഫാബ്രിക്, അതായത് ഓരോ ഇയറിനനുസരിച്ചും ക്ലോത്ത് ഡിഫറൻറ്റ് വരുന്നുണ്ട്, മീറ്ററിന് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ ഒരു ചെറിയൊരു ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇയേഴ്സിനും എത്ര മീറ്റർ വേണം എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു ടേക്ക് ബോഡി മെഷർമെൻറ്റ്, അത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഹൗ മച്ച് എലാസ്റ്റിക് സ്ലീവ് റൗണ്ട് ഉണ്ട്, അത് നിങ്ങൾ സ്ലീവ് റൗണ്ട് എടുക്കുന്നതിനേക്കാട്ടിലും 2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. നമ്മുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള വുമൻസ് ആൾ സൈസ് മെഷർമെൻ്റ് ആണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സ്ത്രീകളുടെ ഇടയിൽ വളരെ സ്കെൽറ്റായിട്ടും 5 അടി 6 അടി ഒരു നോർമൽ പൊക്കത്തിലുള്ള ആളുകൾക്ക് സ്മോൾ സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ലാർജ് സൈസാണ്. ഇത് 5 അടി 6 അടി പൊക്കമുള്ള ആളുകളിൽ പാകത്ത് തടിയുള്ള ആളുകൾക്കാണ് ഈ ഒരു സൈസ് കറക്റ്റ് ആവുന്നത്. നെക്സ്റ്റ് എക്സൽ സൈസാണ് വരുന്നത്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അതല്ലെങ്കിൽ നോർമൽ തടിയെക്കാട്ടിലും കുറച്ചും കൂടെ അധികം തടിയുള്ള ആളുകൾക്ക് ഈ ഒരു സൈസ് ചൂസ് ചെയ്യാം. അടുത്തത് ഡബിൾ എക്സൽ സൈസാണ്. ഇത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളോ അതല്ലെങ്കിൽ നല്ല തടിയുള്ള സ്ത്രീകൾക്കോ ഈ ഒരു സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് ട്രിപ്പിൾ എക്സൽ സൈസാണ്. ഇത് വീതി കൂടിയ തടി ഉണ്ടാവില്ലേ,
ചില സ്ത്രീകളിൽ നല്ല വീതിയും നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്യൂട്ട് ആവുന്ന ഒരു സൈസാണ് XXL സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു സൈസുള്ള ആളുകൾക്ക് നിങ്ങൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് 16 വിഡ്ത്ത് വരുന്ന ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ആണ്. സാധാരണ ഒരു ജിൽബാബ് ചെയ്യുന്ന മെഷർമെൻറ്റ് XL സൈസാണ്. ഇതാണ് നോർമൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സ്കെൽറ്റായിട്ടുള്ള ആളുകൾക്കും നോർമൽ തടിയുള്ള ആളുകൾക്കും ഈ ഒരു സൈസ് സ്യൂട്ട് ആവും. ഓവർ തടിയുള്ള ആളുകളാണെങ്കിൽ XXL സൈസോ XXL സൈസോ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. കഴിയുന്ന അത്രയും റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.